ഗുഡ് മോർണിംഗ്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയില്ലേ. പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ എന്താ പറയുന്നത്? വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അത് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ കണ്ടു. അതുപോലെ ചില സിമ്പിൾ ഓർഗാനിസങ്ങളുടെ കേസിൽ ഹൈഡ്ര, പ്ലനേറിയ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുക, ഓർഗാനിസം എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് എത്തുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ഈ ഒരു മെക്കാനിസത്തിനെ നമുക്ക് ആക്ച്വലി 3 ടോപ്പിക്കുകളായിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേജുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഓക്കെ, സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അസെക്ഷലിൽ പറഞ്ഞ ഒരു സിംഗിൾ പാരന്റ് മതി. ഇവിടെ സിംഗിൾ പാരന്റ് മതിയോ? പോരാ. ഇവിടെ എത്ര പാരന്റ് വേണം? ഇവിടെ 2 ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. ആ 2 പേരിൽ നിന്നും ഒരു മെയിൽ പാരന്റ് ഉണ്ടാവും, അതുപോലെ ഫീമെയിൽ പാരന്റ് ഉണ്ടാവും. അവരിൽ നിന്ന് തന്നെ ഗാമേറ്റുകൾ. എന്താ ഗാമേറ്റ് എന്ന് പറഞ്ഞാല്? ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ കാണിക്കാൻ കഴിവുള്ള സെല്ല്. അപ്പൊ നമുക്കിവിടെ ഒരു മെയിൽ ഗാമേറ്റ് ഉണ്ട്, ഒരു ഫീമെയിൽ ഗാമേറ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുമിച്ച് വരണം. എന്നിട്ട് അവര് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കാണിക്കും. അങ്ങനെ ആ ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് അത് ഫെർട്ടിലൈസ്ഡ് ആവുമ്പോൾ ഇതിന് നമുക്ക് പുതിയൊരു സ്റ്റേജിലേക്ക് മാറും. അതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ആദ്യം 2 സെല്ലായിരുന്നു, കമ്പൈൻ ചെയ്തു. അപ്പൊ നമുക്ക് സൈഗോട്ടിനെ കിട്ടി. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജ് ആവുക. എംബ്രിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കുഞ്ഞു വാവയുടെ ആദ്യത്തെ സ്റ്റേജ് അതാണ് എന്ത്? എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്തും. അതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പറയുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുന്നത്. ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പല ഓർഗാനിസങ്ങളും സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാൻ കഴിവുള്ള പല ഓർഗാനിസങ്ങളും കോംപ്ലക്സിറ്റി കൊണ്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ ഫംഗസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫംഗസ് എത്ര ചെറുതാ, അതിന്റെ ഒരു മേ ബി സെല്ലുകൾ കൂട്ടിച്ചേർത്ത് വെച്ച പോലെ വളരെ ചെറിയൊരു സ്ട്രക്ചറാണ് ഫംഗസ് എന്ന് പറയുന്നത്. നമ്മളെ കേസിലാണെങ്കിലോ നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ കോംപ്ലക്സിറ്റിയിൽ എത്തിയ ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിൽ കൂടി ഫംഗസിന്റെ കേസ് മാത്രമല്ല, നമ്മളെ കേസ് മാത്രമല്ല, ഇങ്ങനെ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാൻ കഴിവുള്ള ഓർഗാനിസങ്ങൾ നോക്കുമ്പോൾ അവരുടെ കോംപ്ലക്സിറ്റിയൊക്കെ ഇപ്പൊ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഇവർക്കൊക്കെ ബേസിക് ആയിട്ട് കുറച്ച് മെക്കാനിസങ്ങൾ, കുറച്ചൊരു വേ ഉണ്ട് എന്ത് കാണിക്കാൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാൻ. അപ്പൊ നമുക്കറിയാലോ പ്ലാന്റ്സിന്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫംഗസിന്റെ കേസിലുണ്ട്, നമ്മളെ കേസിലുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ കോംപ്ലക്സിറ്റി ഡിഫറെന്റ് ആണെങ്കിലും സ്ട്രക്ചർ ഡിഫറെന്റ് ആണെങ്കിലും ഒരു ബേസിക് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് എന്ത് കാണിക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് പീരീഡിനെ ആക്ച്വലി നമുക്ക് 3 ഫേസ് സ്പ്ലിറ്റ് ചെയ്യാം. ജുവനൈൽ ഫേസ്, നെക്സ്റ്റ് കംസ് റീപ്രൊഡക്റ്റീവ് ഫേസ്, ആൻഡ് തേർഡ് വൺ നമ്മുടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനസെൻസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. ഓക്കെ, സോ 3 ഫേസ് ആണ്. ഏതൊക്കെയാണ്? ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്, സെക്കൻഡ് സ്റ്റേജ് റീപ്രൊഡക്റ്റീവ് ഫേസ്, ആൻഡ് തേർഡ് സ്റ്റേജ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനസെൻസ്. ഇത് 3 തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ നമുക്കൊന്ന് പറയാം. ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ഗ്രോത്ത്. നോർമൽ ബോഡി ഗ്രോത്തിന്റെ പീരീഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ജുവനൈൽ ഫേസ്. അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്. ഇതിന്റെ എൻഡോട് കൂടിയാണ് ഏത് ഫേസ് സ്റ്റാർട്ട് ചെയ്യണത്? റീപ്രൊഡക്റ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യണത്. റീപ്രൊഡക്റ്റീവ് ഫേസ് ആവുമ്പോഴാണ് പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ചെയ്യാനൊക്കെ തുടങ്ങുക, പൂവിടാനൊക്കെ തുടങ്ങുക. കാരണം ഫ്ലവർ വഴിയാണല്ലോ പ്ലാന്റ്സിന്റെ കേസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ റീപ്രൊഡക്ഷൻ കാണിക്കാൻ പറ്റുന്ന ലൈഫിലെ പീരീഡിനെ വിളിക്കുന്ന പേരാണെന്ത്? റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിന്റെ എൻഡോട് കൂടി നമ്മുടെ ലൈഫ് പ്രോസസ് ഒക്കെ മെല്ലെ ഇങ്ങനെ സ്ലോ ആവാൻ തുടങ്ങും. അതിനാണ് നമ്മൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനസെൻസ് എന്ന് പറയാം. അപ്പൊ ഓൾഡ് ഏജ് ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ മരിച്ചു പോവുക. അത് ടെക്സ്റ്റ് ബുക്ക് പറയുന്നതാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾഡ് ഏജ് എത്തുകയാണെങ്കിൽ ലൈഫ് പ്രോസസ് ഒക്കെ സ്ലോ ആയിട്ടോ മരിച്ചു പോവാന്ന്. കാരണം അല്ലാതെയും ഉള്ള ഒരു നിരവധി കേസുകൾ നമുക്ക് അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്കിവിടെ വായിച്ചുകൊണ്ട് തന്നെ വേണം അർത്ഥം പറയാൻ. ഇവിടെ ശ്രദ്ധിക്കാം. ഒബ്സർവ് ഫ്യൂ ട്രീസ് ഇൻ യുവർ ഏരിയ. ഡു ദേ ഫ്ലവർ ഡ്യൂറിംഗ് ദ സെയിം മന്ത് ഇയർ ആഫ്റ്റർ ഇയർ? Why do you think the availability of fruits like mango, apple, jackfruit, etc. is seasonal? Are there some plants that flower throughout the year and some others that show seasonal flowering? അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ചുറ്റുള്ള മരങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. എല്ലാ മരങ്ങളും എപ്പോഴും പൂക്കുന്നുണ്ടോ? ചോദിക്കുമ്പോഴേ നിങ്ങളെ മനസ്സിലേക്ക് വന്നൊരു മരം മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാവായിരിക്കും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. മാംഗോ അല്ലെ, എല്ലാ കൊല്ലം നന്നായിട്ട് പൂക്കാറുണ്ട്, ഇക്കൊല്ലം വളരെ കുറവാണ്. മാവ് നമുക്കറിയാം ഈ ഒരു വെക്കേഷന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും വന്നിട്ട് പൂത്ത് അല്ലെ, നന്നായിട്ട് പൂത്ത് നിൽക്കേണ്ടതായിരിക്കും. ഫ്ലവർ നിറഞ്ഞു നിൽക്കേണ്ട സമയം അതൊക്കെ. അതുപോലെ ചക്കയാണെങ്കിൽ ഇപ്പൊ ചക്കക്കാലാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഫുൾ വീഡിയോസും ചക്കനെ പറ്റിയിട്ട് അല്ലെ. ചക്ക കൊണ്ടുള്ള കൊണ്ടാട്ടം, ചക്ക വറുത്തത്, ചക്കേന്റെ ഇല പൊരിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും. എനിവേ
അതൊക്കെ സീസണൽ ഫ്ലവറിംഗ് കാണിക്കുന്നത് അല്ലേ. ചില മന്തിലാണ്, ചില മാസങ്ങളിലാണ് അവരുടെയൊക്കെ ഫ്ലവറിംഗ് ഉള്ളത്. എന്നാൽ മറ്റു ചില പ്ലാന്റ്സ് അങ്ങനെ എല്ലാവരും ത്രൂ ഔട്ട് ദ ഇയർ അവർ എന്ത് ചെയ്യും, ഫ്ലവർ ചെയ്യാറുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം, മാംഗോന്റെ കേസിൽ ഇയർ ത്രൂ ഔട്ട് മാങ്ങ ഉണ്ടാവണത് ഉണ്ട്, കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ അങ്ങനെ ഒന്നും ഉണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതില്ല എന്നല്ല. പക്ഷെ അതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സീസണൽ ഫ്ലവറിംഗ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച്, നമ്മൾ പറയും സീസൺ, ഇപ്പോൾ ഓറഞ്ചിന്റെ സീസണാണ്, വില കുറച്ച് കുറഞ്ഞത്, അല്ലെങ്കിൽ ആപ്പിളിന്റെ സീസണാണ്. സോ ഇതിനൊക്കെ ഒരു സീസണൽ ഫ്ലവറിംഗ് നേച്ചർ ഉണ്ട്. ആക്ച്വലി പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ വെച്ച് തന്നെ 3 ടൈപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആനുവൽ ആൻഡ് ബൈനിയൽ ടൈപ്പ് ആൻഡ് ദെൻ കംസ് പെരനിയൽ സ്പീഷീസ്. ഇതിൽ ആനുവൽ ആൻഡ് ബൈനിയൽ ടൈപ്പിന്റെ കേസിൽ നമുക്ക് വെജിറ്റേറ്റീവ് ഫേസ് എപ്പോഴാണ്, റീപ്രൊഡക്റ്റീവ് ഫേസ് എപ്പോഴാണ്, അതുപോലെ സെനസെന്റ് ഫേസ് എപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ പെരനിയൽ സ്പീഷീസിന്റെ കേസിൽ ഇങ്ങനെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ 3 ഫേസിനെ സെപ്പറേറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലത്തെ അൺയൂഷ്വൽ ബിഹേവിയർ കാണിക്കുന്ന ചില ഫ്ലവറിംഗ് പാറ്റേൺ കാണിക്കുന്ന ചില അൺയൂഷ്വൽ ഫ്ലവറിംഗ് പാറ്റേൺ കാണിക്കുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഐഡിയ വന്നിട്ടുണ്ടാവും. നീല കളറ് മലമുഴം മൂടണു, 12 വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കുള്ളൂ. എവിടെയുള്ളത്? ഇടുക്കിയിലാണ് സാധാരണ കാണാറല്ലേ. അവിടെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും 12 വർഷം കൂടുമ്പോഴേ അത് പൂക്കുള്ളൂ. ഇനി മുളേന്റെ കേസാണല്ലോ, ബാമ്പുവിന്റെ കേസിൽ എന്താ അവസ്ഥ? ബാമ്പു അതിന്റെ മൊത്തം ലൈഫ് സ്റ്റേജിൽ ഒരൊറ്റ തവണ പൂക്കുള്ളൂ. നന്നായിട്ട് പൂക്കും, ഇഷ്ടംപോലെ സീഡ് ഉണ്ടാവും, ആ ചെടി നശിച്ചു പോകും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എ ഫ്യൂ പ്ലാന്റ്സ് എക്സിബിറ്റ് അൺയൂഷ്വൽ ഫ്ലവറിംഗ് ഫിനോമിനൻ. സം ഓഫ് ദം സച്ച് ആസ് ബാംബു സ്പീഷീസ് ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം, ജനറലി ആഫ്റ്റർ 50 to 100 years. ആ ചെടി അങ്ങോട്ട് നട്ട് കഴിഞ്ഞു വിചാരിക്കുക, നട്ടുണ്ടായതാണെന്ന് വിചാരിക്കുക. 50 മുതൽ 100 വർഷം കഴിയുമ്പോഴേ അത് ഫ്ലവർ ചെയ്യുള്ളൂ, അതിന് സീഡ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഓക്കെ, പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഡൈ. ഒരുപാട് ഫ്ലവറും ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യും, ഡൈ ചെയ്ത് പോകും. അനദർ പ്ലാന്റ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇവർ നോക്കി വെച്ചോ, നീലക്കുറിഞ്ഞിന്റെ സയന്റിഫിക് നെയിം ആണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളത്. ഓക്കെ, അത് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കുള്ളൂ. ഇതിപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ല, കുറച്ച് മുമ്പ് പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അപ്പൊ ഇതിലിപ്പോ അവർ പറഞ്ഞത് സെപ്റ്റംബർ ടു ഒക്ടോബർ 2006 സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം അത് പൂത്തുന്നിരുന്നു. അതിനുശേഷം ഒരുപാട് തവണ അത് പൂത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, അത് ഒന്നിച്ച് പൂക്കുമ്പോൾ ഒരുപാട് ഭംഗിയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് 3 വാക്കുകളാണ്. ആനുവൽ ടൈപ്പ് അല്ലെങ്കിൽ ബൈനിയൽ ടൈപ്പ്. ക്ലിയർ കട്ട് ഐഡിയ കിട്ടും, വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ജുവനൈൽ. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഫേസ്, സെനസെന്റ്. ഇത് കൃത്യമായ ഐഡിയ നമുക്ക് കിട്ടും. അതേ സമയത്ത് ഇങ്ങനെ പാറ്റേൺ ചെയ്യാൻ പറ്റാത്ത, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഏത് സ്പീഷീസ്? പെരനിയൽ സ്പീഷീസ്. അൺയൂഷ്വൽ ഫ്ലവറിംഗ് കാണിക്കുന്നത് ആരുടെ കേസിൽ നമ്മൾ പറഞ്ഞത്? ബാമ്പുവിന്റെ കേസിൽ പറഞ്ഞു, നീലക്കുറിഞ്ഞിന്റെ കേസിൽ പറഞ്ഞു. നീലക്കുറിഞ്ഞിന്റെ സയന്റിഫിക് നെയിം സ്ട്രോബിലാന്തസ് കുന്തിയാന. എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്ക? 12 വർഷം. ബാമ്പുവിന്റെ കേസിലാണെങ്കിൽ ലൈഫ് ടൈമിൽ ഒരിക്കലേ പൂക്കുള്ളൂ. അതെപ്പോഴാണ്? 50 മുതൽ 100 വർഷത്തിന് ശേഷമായിരിക്കും ആ ഒരു ഫ്ലവറിംഗ് ഉണ്ടായിരിക്കുക. ആൻഡ് ഇവൻച്വലി അത് ഡൈ ചെയ്തു പോകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ തുടക്കത്തിലെ മെൻഷൻ ചെയ്ത കാര്യമായിരുന്നു, ഈ പാറ്റേണുകളൊക്കെ സെയിം ആണ്. അത് ജുവനൈൽ ഫേസ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനസെന്റ് ഉണ്ടാവും. അത് കറക്റ്റാണ്. പക്ഷെ അതിന്റെ ആ ഒരു കാലാവധി പീരിയഡ് ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ബാമ്പുവിന്റെ കേസിൽ നോക്കി നോക്ക്, അതിന് 50 to 100 years വരെ അത് പൂത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഏത് ഫേസാ? അത്രയും നേരം അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജുവനൈൽ ഫേസാണ്. ഫ്ലവർ ചെയ്തു, അപ്പോൾ ഉടനെ അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് ആയി. ഒന്നിച്ച് ഫ്ലവർ ചെയ്ത് ഡെഡ് ആയി, അപ്പോഴേക്കും ഓൾഡ് ഏജും ആയി അല്ലെ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ഏത് ഫേസാണ് ഉള്ളത്? ജുവനൈൽ ഫേസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. അപ്പൊ അനിമൽസിന്റെ കേസിലാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളെ ബേർഡ്സിന്റെ കേസിലാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അവര് വർഷം മുഴുവൻ ബ്രീഡിങ് കാണിക്കുമോ? അതായത് ഇയർ ത്രൂ ഔട്ട് ബ്രീഡിങ് കാണിക്കുമോ? അവര് കാണിക്കാറുണ്ടോ? അതായത് ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അവർ ഇയർ ത്രൂ ഔട്ട് മുട്ട തരുമോ? തരുമെന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തോ തെറ്റുണ്ടല്ലോ. ശരിയാണ്, മുട്ട കിട്ടാറുണ്ട്. കടയിൽ പോയ മുട്ട കിട്ടും, വർഷം മുഴുവനും കിട്ടും. അവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളരുന്ന ഓർഗാനിസങ്ങൾ അവർ സീസണലായിട്ട് മാത്രം ബ്രീഡിങ് കാണിക്കുന്നുള്ളൂ ആക്ച്വലി ബേർഡ്സ്. നമ്മളപ്പോൾ ഈ പൗൾട്രി ഫാംസിലൊക്കെ പല ചേഞ്ചുകളും വരുത്തിയിട്ട് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ചൂഷണം ചെയ്യാണ് ബേർഡ്സിനെ എന്ന് പറയാം. ചൂഷണം എന്നുള്ള വേർഡിൽ നെഗറ്റീവ് മീനിങ് അല്ല ഞാൻ പറയുന്നത്, അത് ശരിക്കും ഒരു എക്സ്പ്ലോയിറ്റേഷൻ, മുതലെടുപ്പ് എന്ന് പറയാം. അവിടെ നമ്മൾ ആവശ്യം കൊമേഴ്ഷ്യൽ ഉപയോഗം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനങ്ങനെ ആക്കിയതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മാംഗോന്റെ കേസിലൊക്കെ പറഞ്ഞില്ല, അതുപോലെ ശരിക്കും അവർ സീസണലാണ്.
ഇയർ ത്രൂ ഔട്ട് ഒരു എഗ് ലേ ചെയ്യുന്ന ആളുകളല്ല. ഇനിയിപ്പോൾ പൗൾട്രി ഫാംസിൽ, അതായത് ക്യാപ്റ്റിവിറ്റിയിൽ ഒരു നമ്മളെ കീഴിൽ അത് ഉണ്ടാവുകയാണ്, നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എഗ് ലേ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല, നമ്മളെ ആവശ്യം നടത്താൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യിച്ചതാണ്. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് ശരിക്കും അല്ല, അത് ശരിക്കും എന്താ പറയുക, സീസണലായിട്ട് തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് കാണിക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടിൽ കോഴീനെ വളർത്തേണ്ടത് നിങ്ങൾക്ക് അറിയുണ്ടാവും. മുട്ട ചിലപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ടാവും, പക്ഷെ മുട്ട തരുമ്പോൾ ഒക്കെ ഇത് പൊരുത്തിനിരിക്കുന്ന പോലെയാണ് നടക്കുന്നത്. അല്ലാതെ ചില സീസണലായിട്ടാണ് അങ്ങനെ ചെയ്യുക. അത് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം. ഇനി മാമൽസിന്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, മാമൽസിന്റെ കേസിൽ നമുക്ക് ആക്ച്വലി രണ്ട് സെപ്പറേഷൻ തന്നെ വേണം. ഞാൻ മുൻപ് പറഞ്ഞ വാക്കിലേക്കാണ് വരുന്നത്. പ്രിമേറ്റും ഉണ്ട്, നോൺ പ്രിമേറ്റ്സും ഉണ്ട് അല്ലേ. പ്രിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ വേണ്ട ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, മങ്കി ഉണ്ട്, അതുപോലെ എയ്പ്സ് ഉണ്ട്. നോൺ പ്രിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം. കൗ, ഷീപ്പ്, റാറ്റ്, ഡിയർ, ഡോഗ്സ്, ടൈഗർ ഒക്കെ. ഈ നോൺ പ്രിമേറ്റിന്റെ കേസിൽ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റീൻ്റെ ആ ഒരു സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ്ട്രസ് സൈക്കിൾ എന്നാണ്. അതേ സമയത്ത് നമ്മളെ ഹ്യൂമൻ ബീങ്സിൽ അല്ലെങ്കിൽ പ്രിമേറ്റിന്റെ കേസിൽ നമ്മൾ അതിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ പീരിയോഡിക്, ഈ സൈക്ലിക് ചേഞ്ച്, ഈ ആക്ടിവിറ്റികളിലുള്ള സൈക്ലിക് ചേഞ്ചുകളുടെ സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന പോലെ തന്നെ ഓവറിയിലും ആസറി ഡക്റ്റിലൊക്കെ അതിൻ്റെയൊക്കെ ഫംഗ്ഷനിൽ, അതിൻ്റെയൊക്കെ ആക്ടിവിറ്റികളിൽ നമുക്ക് ഡിഫറൻസുകൾ കാണാൻ പറ്റും. ഈ സമയത്ത് ഹോർമോണുകളുടെ കേസിലും വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ മാമൽസിന്റെ കേസിൽ എന്താ പറയുന്നത്, അവിടെ നമുക്കൊരു സൈക്കിൾ കാണാൻ പറ്റും, ആക്ടിവിറ്റിയിൽ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെ ആക്ടിവിറ്റിയിൽ വ്യത്യാസം കാണാൻ പറ്റും എന്ന് പറഞ്ഞത്, അവിടെ നമുക്ക് അവരുടെ ആസറി ഡക്റ്റുകളുടെ കേസിൽ, ഓവറികളുടെ കേസിൽ, അതുപോലെ തന്നെ അവരുടെ ഹോർമോണൽ പാറ്റേണിന്റെ കേസിലൊക്കെ നമുക്ക് ചില ചേഞ്ചസ് ഈ സൈക്കിൾ വഴി കാണാൻ പറ്റും. നോൺ പ്രിമേറ്റിന്റെ കേസിലാണെങ്കിൽ ഏത് സൈക്കിളാണ്, ഈസ്ട്രസ് സൈക്കിൾ. പ്രിമേറ്റിന്റെ കേസിലാണെങ്കിൽ ഏത് സൈക്കിളാണ്, പ്രിമേറ്റ്സിന്റെ കേസിൽ മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ചില മാമൽസിന്റെ കേസിൽ അവർ ഫേവറബിൾ കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അറിയോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുള്ളൂ. നമ്മൾ അതിനെ, അങ്ങനത്തെ ഓർഗാനിസങ്ങളെ നമ്മൾ എന്താ വിളിക്കുക, സീസണൽ ബ്രീഡേഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, സീസണൽ ബ്രീഡേഴ്സ്. പക്ഷെ അധിക മാമൽസും എങ്ങനെയാണ്, അത് ത്രൂ ഔട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് ഫേസ് മുഴുവനും റീപ്രൊഡക്ഷൻ കാണിക്കാൻ കഴിവുള്ള ആളുകൾ. ഇപ്പൊ നമ്മളെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലല്ലേ, നമ്മൾ ആ ഒരു മെൻസ്ട്രേഷൻ മുതൽ മെനപ്പോസ് വരെയുള്ള പീരീഡിൽ മുഴുവൻ നമ്മൾ എന്താണ്, നമ്മൾ റീപ്രൊഡക്ഷന് ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം തന്നെയാണ്. എന്നാൽ ചിലരെ എപ്പോൾ മാത്രമേ കാണിക്കുള്ളൂ, ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ കാണിക്കുള്ളൂ. അവരെ നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് നോക്കി. ഇപ്പോൾ രണ്ട് തരം ബ്രീഡർമാരെ ഇപ്പോൾ പറഞ്ഞ മാമൽസിന്റെ കേസിൽ സീസണൽ ബ്രീഡേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ വേറെ എന്താണ്, കണ്ടിന്യൂസ് ബ്രീഡേഴ്സും. സീസണൽ ബ്രീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ബ്രീഡിങ് കാണിക്കുള്ളൂ. കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇയർ ത്രൂ ഔട്ട് എന്ത് കാണിക്കും, ബ്രീഡിങ് കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്, റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഓൾഡ് ഏജ്, അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിച്ചത്, സെനസെൻസ് അല്ലേ. അപ്പൊ അവിടെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. കാരണം അവിടെ നമ്മൾ ലൈഫ് പ്രോസസ് ഒക്കെ നല്ല സ്ലോ ആവാൻ തുടങ്ങുന്ന ഫേസാണ്. ആൻഡ് ഇവഞ്ച്വലി നമ്മൾ മരിച്ചു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് പറഞ്ഞത്, ദാറ്റ് വി ഓൾ ഗ്രോ ഓൾഡ്. നമ്മളൊക്കെ പ്രായം കൂടും, നമുക്ക് വയസ്സാവും. ബ്രാക്കറ്റിൽ കൊടുത്തു നോക്ക്, ഇഫ് യു ലിവ് ലോങ് ഇനഫ്, അത്ര കാലം ജീവിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാട്ടോ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. അപ്പോൾ ഗ്രോയിങ് ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ എൻഡാണത്. അതുപോലെ നമ്മൾ ലൈഫ് പ്രോസസ് ഒക്കെ വളരെ സ്ലോ ആകാൻ തുടങ്ങുന്ന സ്റ്റേജാണ്. ഇതിന്റെ എൻഡോട് കൂടിയാണ് ഒരു ഓർഗാനിസം മരിച്ചു പോവുക. പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ ഒക്കെ കേസിൽ ഹോർമോൺസ് ആണ് ഈ ചേഞ്ചുകളുടെ ഒക്കെ കാരണം. പ്ലാന്റ്സിന്റെ ഹോർമോൺസ് ഒക്കെ നിങ്ങൾ 10th കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഓക്സിൻ, ഗിബെർലിൻ, സൈറ്റോകൈനിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് വരുന്ന ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ അധികം ഇല്ല. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും അനിമൽസിന്റെ കേസിലാണെങ്കിലും ഹോർമോൺസ് ആണ് ഈ പറഞ്ഞ ഫേസുകളൊക്കെ കൺട്രോൾ ചെയ്യണത്, ചേഞ്ച് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ഹോർമോൺസ് മാത്രം എന്ന് പറയാൻ വയ്യ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഹോർമോൺസും അതുപോലെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ആണ് ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യണത്, കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യണത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ബിഹേവിയറൽ എക്സ്പ്രഷനുകളെയും ഈ പറഞ്ഞ രണ്ട് ഫാക്ടറുകൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ടോപ്പിക്ക് ചാപ്റ്റർ നമ്മളെ ആദ്യം ബേസിക്സ് ആണ് പറഞ്ഞു തരുന്നത്. പിന്നീട് നമ്മളെ ലീഡ് ചെയ്ത് പോണത് ഈ മൊത്തം സെക്ഷൽ റീപ്രൊഡക്ഷനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ആ ടോപ്പിക്കിലേക്കാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ടോപ്പിക്കിലാണ് എത്തിയിട്ടുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത് പല പല ഓർഗാനിസങ്ങളുടെ കേസിലും പല പല സ്ട്രക്ചറുകളിലൂടെയാണ് നടക്കാറുള്ളത്. ഉദാഹരണത്തിന് ഫ്ലവറിന്റെ കേസ് നമുക്കറിയാലേ, പ്ലാന്റ്സിൽ ഫ്ലവറാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മളുടെ കേസിലാണെങ്കിൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. അപ്പോൾ ഓരോ ഓർഗാനിസങ്ങളുടെ കേസിലും ഈ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രോസസ്സുകൾ സെയിം ആണ്. ഗാമീറ്റുകൾ ഫ്യൂസ് ചെയ്യണം, അത് സൈഗോട്ട് ആവണം, എംബ്രിയോ ഫോം ചെയ്യണം.
അപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെ നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഈ പ്രീ എന്നുള്ളതിന്റെ വാക്ക് നിങ്ങൾക്ക് അറിയാലോ, മുമ്പ് എന്നുള്ള മീനിങ് ആണ്. പ്രിഫിക്സ് നിങ്ങൾ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ, ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേര് പ്രിഫിക്സിൽ കൊടുക്കണം, സഫിക്സിൽ കൊടുക്കണം എന്നൊക്കെ. അപ്പൊ പ്രീഫിക്സ് എന്നാൽ നമ്മൾ പേരിന്റെ മുമ്പ്, അപ്പോൾ അവിടെ പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്, ഫെർട്ടിലൈസേഷന്റെ മുമ്പ് നടക്കുന്ന ഇവന്റുകൾ. ദെൻ കംസ് ഫെർട്ടിലൈസേഷൻ. അപ്പൊ എന്തായി, രണ്ട് ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി. ദെൻ കംസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, ആ ഫ്യൂസ് ചെയ്തതിന് ശേഷമുള്ളത് അതാണ് ഇത്. അപ്പൊ ഇതിന് ശേഷം ഇപ്പൊ നമ്മൾ കണ്ട ഈ 3 സ്റ്റേജുകൾ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാണ് ടെക്സ്റ്റ് ബുക്ക്. സോ അതിന്റെ ഫസ്റ്റ് ദ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്യണതാണ്. പക്ഷെ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ വേർഡിൽ നിങ്ങൾക്ക് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആലോചിക്കണം, ആദ്യം ഗാമേറ്റ് ഉണ്ടാവണം വേണ്ടേ. പിന്നെ ഗാമേറ്റ് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ആവുന്ന മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് അടുത്തടുത്ത് വരണം. സാധാരണഗതിയിൽ മെയിൽ ഗാമേറ്റ് മൂവ് ചെയ്യാൻ കഴിവുണ്ടാവുക, ഫീമെയിൽ ഗാമേറ്റ് മൂവ് ചെയ്യൂല. അപ്പൊ ഈ മെയിൽ ഗാമേറ്റ് എവിടേക്ക് പോകണം, ഫീമെയിലിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ആദ്യം ഗാമേറ്റ് ഉണ്ടാവണം, ഗാമറ്റോജെനിസിസ്. നെക്സ്റ്റ് ഗാമേറ്റ് ട്രാൻസ്ഫർ, ആ 2 ഗാമേറ്റ് ഒരുമിച്ച് വരണം, അതാണ് ഗാമേറ്റ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് ഫെർട്ടിലൈസേഷൻ, ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലെ, ഫെർട്ടിലൈസേഷൻ. ദെൻ നെക്സ്റ്റ് കംസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്താവും, എംബ്രിയോ ആവണം, അതാണ് എംബ്രിയോ ജെനസിസ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ടോപ്പിക് തീർന്നു. അപ്പൊ ഇവിടെ പറയാൻ അങ്ങനെ 3 ടോപ്പിക് ഉള്ളെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഗാമറ്റോജെനസിസിൽ നമ്മൾ പലതരം ഗാമേറ്റുകളുണ്ട്. ആക്ച്വലി ഹോമോ ഗാമേറ്റ്സ് ഉണ്ട്, അതുപോലെ ഹെറ്ററോ ഗാമേറ്റ്സ് ഉണ്ട്. ഹോമോ ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ ഗാമേറ്റ്, മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ഒരേ സൈസ് ഒക്കെ ആയിരിക്കും. ഹെറ്ററോഗാമേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ ഫ്ലവറുകൾ യൂണിസെക്ഷൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട്, ബൈസെക്ഷൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട്. അതുപോലെ അനിമൽസിന്റെ കേസിലും ഉണ്ട്. നിങ്ങൾ പണ്ട് എർത്തോമിന്റെ കേസിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലെമോണീഷ്യസ്, ഡൈഷ്യസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, അതൊന്ന് മെൻഷൻ ചെയ്യണം. ദെൻ കംസ് ഗാമേറ്റ് ട്രാൻസ്ഫർ. ഗാമേറ്റ് എങ്ങനെയാണ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് പറയണം. അതിന്റെ ശേഷം ഫെർട്ടിലൈസേഷൻ, ഇത് രണ്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ കുറച്ച് നെയിമുകൾ, കുറച്ച് പേരുകൾ, പ്രോസസ്സുകളുടെ പേരും ഡീറ്റെയിൽസ് മാത്രമേ കാണാനുള്ളൂ. ദെൻ സൈഗോട്ട് എന്താണ്, അത് പിന്നെ എങ്ങനെയാണ് എംബ്രിയോ ആയിട്ട് മാറുക. പിന്നെ പ്ലാന്റ്സിന്റെ ഒരു കേസിൽ ആ എംബ്രിയോനെ അറേഞ്ച് ചെയ്താണ് കണ്ടത്. വിത്തില്ലേ, വിത്ത്, ആ വിത്തിനാണ് എംബ്രിയോ എന്ന് വിളിക്കുക, സീഡിനെ. അപ്പൊ ആ എംബ്രിയോനെ അറേഞ്ച് ചെയ്ത് പല പാറ്റേണിൽ അറേഞ്ച് ചെയ്ത്, ഇത് ചിത്രം നോക്കി കാണാപ്പാടം പഠിക്കണ്ട. നമ്മൾ വെള്ളരിക്ക മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവുക, കൈപ്പങ്ങ മുറിച്ചാൽ എങ്ങനെ ഉണ്ടാവുക, അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അതാണ് ഇവിടെ അറേഞ്ച്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. പിന്നെ അതിന്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ, പ്രൊട്ടക്ഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വീഡിയോയിൽ എക്സസൈസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കുന്നില്ല, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ അതും കൂടി നോട്ടിലേക്ക് എഴുതാം. അപ്പോൾ ഇന്നെടുത്ത ഭാഗത്ത് നിന്ന് നമുക്ക് 1-2 ഹോംവർക്ക് വേണ്ടേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ റൈറ്റ് ദ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the three phases in the life period of an organism. Second question, what are the three stages of sexual reproduction? Third question, compare seasonal breeders and continuous breeders. ഓക്കെ. നൗ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ബൈനിയൽ, അതുപോലെ ബൈനിയൽ, ആനുവൽ, അതുപോലെ പെരനിയൽ, ഈ 3 സ്പീഷീസിന് പറ്റിയിട്ട് ചെറിയൊരു കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ. ടെക്സ്റ്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.